എജു ഹിന്ദി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സുകളിൽ സ്വരാക്ഷരങ്ങൾ പഠിച്ചു. പിന്നത്തെ ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങൾ കാവർഗ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാവർഗാണ്. വ്യഞ്ജനാക്ഷരങ്ങളിലെ ചാവർഗാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതായത് ചാച്ച, ജാച്ച, ഞ. ഓക്കെ, അപ്പോൾ അത് 5 അക്ഷരങ്ങളാണുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു കാവർഗിൽ 5 അക്ഷരം, ചാവർഗിൽ 5 അക്ഷരം, ടാവർഗിൽ 5 അക്ഷരം, താവർഗിൽ 5 അക്ഷരം, പാവർഗിൽ 5 അക്ഷരം. അങ്ങനെയാണ് അക്ഷരങ്ങളുടെ ക്രമീകരണം. അപ്പോൾ ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം 5 അക്ഷരങ്ങൾ കാവർഗിലെ 5 അക്ഷരങ്ങൾ പഠിച്ചിരുന്നു. കാക്ക, ഗാക്ക, ങ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ചാവർഗിലെ ചാച്ച, ജാച്ച, ഞായാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാൽ എളുപ്പ വഴിയിൽ നമ്മൾ എങ്ങനെ എഴുതി പഠിക്കാമെന്ന് എല്ലാവരും നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെ എഴുതുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ ചാവർഗിലെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ചായാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാൽ മലയാളത്തിലെ ചായ ഇങ്ങനെയാണ്. അത് നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു വര ഇട്ടു, കണ്ടോ? നേരെ ഒരു വര ഇട്ടു. എന്നിട്ട് ഈ വരയുടെ നടുക്കുന്നത് തന്നെ നമ്മളിങ്ങനെ യു പോലെ എഴുതി മുകളിലോട്ട് കയറുക. എന്നിട്ട് അതിനെ ചേർത്തൊരു വണ്ണിടുക. എന്നിട്ട് ഹിന്ദി ലെറ്ററായിട്ട് നമ്മൾ മേളിൽ വരച്ചു ചായ. അപ്പോൾ ഒന്നുകൂടി നോക്കാം നമുക്ക്. ഒരു പാലം പോലെ ഇട്ടു, ഇതിൻ്റെ നടുക്കുന്ന നമ്മൾ യു പോലെ എഴുതി മുകളിലോട്ട് കയറിയിട്ട് വണ്ണിട്ട് താഴോട്ട് ഇറങ്ങുക, മേളിൽ വരച്ചു. ഇതാണ് ചായ. ഓക്കെ, ഇനി ഇച്ച എഴുതുന്നത്. സെക്കൻഡ് ലെറ്റർ ഏതാണ്? ചാവർഗിലെ ഇച്ച. ഇച്ച എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 3 ഇതല്ലേ 3, 1 2 3 3 ഇതാണ്. ആ 3 നമ്മൾ തിരിച്ചെഴുതി മേളോട്ട് കയറി അങ്ങ് മുകൾ വരെ എത്തണ്ട, ഇത്രയും കയറി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി നിർത്തി. കണ്ടോ? ഇവിടെ ഇങ്ങനെ വരയിടുക, മേള് വരയ്ക്കുക. ഇതാണ് ഇച്ച. അപ്പോൾ ഇതൊന്ന് നോക്കിയാലോ. 3 തിരിച്ചെഴുതി മേളോട്ട് കയറി വന്ന് ഇതിൻ്റെ അകത്തോട്ട് വരയിട്ടു, ഇതിങ്ങനെ ഒരു വരയിടുക, മേള് വരച്ചു. ഇച്ച. കണ്ടോ? ച, ച. ഇനി അടുത്ത ഏതാണ്? ജായാണ് അല്ലേ. ജ. ഇത് മലയാളത്തിലെ ജായ. നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ എഴുതാൻ നോക്കാം. ജാ എഴുതുമ്പോൾ ഇതേപോലെ നമ്മൾ വരച്ച് താഴോട്ട് വന്ന് മുകളിലോട്ട് കയറി, ഒത്തിരി മുകളിൽ വരെ വരണ്ട. എന്നിട്ട് നമ്മളൊരു ഇങ്ങനെ ഒരു വര ഇടുക. എന്നിട്ട് ഈ വര ചേർത്ത് നമ്മളൊരു വണ്ണിട്ടു. എന്നിട്ട് ഹിന്ദി ലെറ്റർ നമ്മൾ എന്ത് ചെയ്തു? മേള് വരച്ചു ജായ. അപ്പോൾ നമുക്കൊന്നുകൂടെ ഇതുപോലെ എഴുതി ഇങ്ങനെ വന്ന് താഴോട്ട് ഇറങ്ങി മേളിലോട്ടൊരു പകുതി വരെ കയറി ഒരു വര ഇടുക. എന്നിട്ട് അതിന് ചേർത്ത് എന്ത് ചെയ്യണം? ഒരു വണ്ണിട്ടു. അപ്പോൾ ഇതെന്തായി? ജായ. അപ്പോൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു? ചാച്ച, ജ. ഇനി ഇജ്ജ. ഇജ്ജ എഴുതുന്നത് എങ്ങനെയാണ്? മലയാളത്തിലെ ഇങ്ങനെ എഴുതി മേളിലോട്ട് മേളിലോട്ട് ഇജ്ജ. അത് നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ എഴുതാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആ ഈ പഠിച്ചില്ലേ? ഇതേതാണ്? ഈ പഠിച്ചില്ലായിരുന്നോ? അപ്പം ഈ ആണ് നമ്മൾ ഇജ്ജ എഴുതുമ്പോൾ വേണ്ടത്. ഈ എങ്ങനെ എഴുതും? ഇങ്ങനെ ഒരു കുഞ്ഞു വരയിട്ടു, എസ് എഴുതി അകത്തുകൂടെ കയറി വെളിയിലിറങ്ങി, ഇത്ര നമ്മൾ ഈ എഴുതുന്നില്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ നടുക്കുന്നൊരു ഇങ്ങനെ ഒരു വരയിടുക. ഈ വര ചേർത്ത് എന്ത് ചെയ്യണം? ഒരു വണ്ണിടുക. ഇത് ഹിന്ദി ലെറ്ററാണ് നമ്മൾ മേള് വരച്ചു ഇജ്ജ. ഇവിടെ കിട്ടിയോ? ഒന്നുകൂടെ ഈ എഴുതിയിട്ട് നടുക്കുന്നൊരു വരയിട്ടു, അതിനെ ചേർത്തൊരു വണ്ണെഴുതി മേള് വരച്ചു. എന്തായി? ഇജ്ജ. അപ്പോൾ ഏതൊക്കെ പഠിച്ചു? ചാച്ച, ജാച്ച. അടുത്ത ലെറ്റർ ഏതാണ്? ഞ. ഇതാണ് മലയാളത്തിലെ ഞായ. അത് നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാൻ നോക്കാം. സിയിലെ ABC സി, ഇതല്ലേ സി. അപ്പോൾ സി നമ്മൾ നേരെ തിരിച്ചെഴുതി. കണ്ടോ? സി നേരെ തിരിച്ചെഴുതി, ഇതിന് നടുക്കുന്നൊരു വരയിട്ടു, ഇതിനെ ചേർത്തൊരു വണ്ണെഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? മേള് വരച്ചു. ഇതെന്തായി? ഞായ. കിട്ടിയോ? ഒന്നുകൂടി നോക്കാം. സി തിരിച്ചെഴുതി, നടുക്കുന്നൊരു വരയിട്ടു, അതിനെ ചേർത്തൊരു വണ്ണിട്ടു, മേള് വരച്ചു. ഇതെന്താണ്? ഇജ്ജ. എന്തായി? ഇജ്ജ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കിയാലോ. ഇതേതൊക്കെയാണ്? ചാച്ച, ജാച്ച, ഞ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതുന്നതെന്ന് ഒന്നുകൂടെ നോക്കാവേ. ചായ എങ്ങനെയാണ്? പാലിട്ടു, ഇതിൻ്റെ നടുക്കുന്ന ഒരു യു പോലെ എഴുതി മേളോട്ട് കയറിയിട്ട് അതിനെ ചേർത്തൊരു വണ്ണിട്ടു, ച. ഓക്കെ, ഇജ്ജ എങ്ങനെയാണ്? 3 തിരിച്ചെഴുതി മേളോട്ട് കയറി അകത്ത് കയറ്റി പൊട്ടിച്ചു, ഇവിടുന്ന് ഇങ്ങനെ
ഇനി 1 ഇട്ടു, മേളിൽ വെച്ചു, ഇജ, ച, ഇജ. ഇനി അടുത്ത എന്നതാണ് ജായ. യു പോലെ എഴുതി ഇവിടെ വരെ വന്നിട്ട് ഒരു വരയിടുക, ഇതിനെ ചേർത്ത് ഒരു 1 ഇടുക, ജ. ഇനി ഇജ എങ്ങനെയാണ്? ഈ എഴുതുക, ഈ എഴുതിയിട്ട് നടക്കുന്ന ഒരു വരയിടുക, ഇതിനെ ചേർത്ത് ഒരു 1 ഇട്ടു, ഇജ. ഇനി ഞാൻ എങ്ങനെയാണ്? സി തിരിച്ചെഴുതുക, നടുക്കുന്ന ഒരു വരയിടുക, ഇതിനെ ചേർത്ത് ഒരു 1 ഇട്ടു, മേളിൽ വരച്ചു. ഇതെന്തൊക്കെയാണ്? ചാച്ച, ജാച്ച, ഞ. ചാച്ച, ജാച്ച, ഞ. ഓക്കെ, അപ്പം ഇത് എഴുതാൻ എല്ലാവരും പഠിച്ചോ? അപ്പോൾ ഇതെല്ലാവരും എഴുതി നോക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏതാണ് വ്യഞ്ജനാക്ഷരിയിലെ ടാ വർഗ്ഗമാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ടാട്ട ഡാഠനായാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എളുപ്പ വഴിയിൽ വ്യഞ്ജനാക്ഷരം എഴുതാൻ വേണ്ടി എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.